മെസ്സിയോടൊപ്പം ഫുട്ബോൾ തട്ടാൻ ഒരു അവസരം കിട്ടിയാൽ താങ്കൾ ഒരു മുൻ നിശ്ചയിച്ച പാർട്ടി പരിപാടി മാറ്റിവെക്കുമോ? പാർട്ടി പരിപാടി മാറ്റിവെച്ചിട്ട് ഒരു കാര്യവും ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. കാരണം ഞാൻ പാർട്ടിയുടെ അവിഭാജ്യ ഭാഗമാണ്. പാർട്ടി എന്ത് ആവശ്യപ്പെടുന്നു അത് മാറ്റിവെച്ചിട്ട് എനിക്കൊരു കാര്യവും ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. എൻ്റെ ആലോചന പരിഗണനയിലേക്ക് അത് വരില്ല എന്നുള്ളതാണ്. താങ്കൾക്ക് മാത്രം ഈ കയ്യടി കിട്ടുന്നതിൽ എനിക്ക് അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യത്തിലേക്ക് വരികയാണ്. ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിക്കുക എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹം വരുന്നത് വരെ അസാധ്യമായിട്ടുള്ള പ്രയാസം നിറഞ്ഞ കാര്യമാണെന്ന് താങ്കൾ പറയുകയുണ്ട്. ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ താങ്കളുടെ ബുദ്ധിമുട്ട് ഇല്ലാതെയാകാൻ എന്നെപ്പോലെയുള്ള ആളുകൾ എത്ര കാലം കാത്തിരിക്കണം? ഇതിന് ഒരു മറുപടി പറയാൻ, അതായത് ഒരു സമത്വപൂർണമായ സമൂഹം ആവിർഭവിക്കാൻ എത്ര കാലം കാത്തിരിക്കണമെന്നുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് കേരളത്തിൽ നിന്നുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ആകാൻ പരിശ്രമിക്കുന്ന ഒരാൾ ആലോചിച്ചാൽ EMSനെ ഓർക്കാതെ മറുപടി പറയാൻ കഴിയില്ല. EMS ഞാൻ ആ പ്രശ്നം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പം സോഷ്യൽ മീഡിയയിൽ അത് ലഭ്യമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് സമത്വപൂർണമായിട്ട് സമൂഹം വരിക തന്നെ ചെയ്യും. അതിന്റെ കാരണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നില്ല. കാരണം EMS എല്ലാം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം നമ്മൾ ആലോചിച്ചാൽ സമത്വപൂർണമായിട്ട് സമൂഹമല്ലേ ഏറ്റവും നീതിപൂർവകമായൊരു സമൂഹം. സമത്വം ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? അത് യാന്ത്രികമായിട്ട് സാധ്യമല്ല സമത്വപൂർണമായൊരു സമൂഹം ഉണ്ടാക്കാൻ. പക്ഷെ നമ്മൾ മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു തുല്യതയുണ്ട്. ചോദിക്കാനും മറുപടി പറയാനും ഒരേ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരാൾ മുകളിൽ ഒരാൾ താഴെയല്ല. നമ്മൾ പരസ്പരം നമ്മുടെ വ്യക്തിത്വത്തെ ആദരിക്കണം. അങ്ങനെ ഒരു സമൂഹമാണ് സമത്വപൂർണമായ പ്രകൃതി വിഭവങ്ങൾ തുല്യമായിട്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇത്രയും വായു എന്റേതാണ്, നിങ്ങൾക്ക് ഇത്ര കുറച്ച് വായു മാത്രമേ ഉള്ളൂ നമ്മൾ പറയുമോ? പറയില്ലല്ലോ.